സെവൻത് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെ വരവേൽക്കാൻ കോതമംഗലം നഗരത്തിൽ ഓണസമൃദ്ധി ഓണവിപണികൾ ആരംഭിച്ചു. ഈ ഓണക്കാലത്ത് കോതമംഗലം ബ്ലോക്കിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷിഭവനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഓണസമൃദ്ധി ഓണവിപണികൾ ആരംഭിച്ചു. ഓണത്തിന് ജനങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ പൊതുവിപണിയിൽ നിന്നും കർഷകരിൽ നിന്നും സംഭരിച്ച് വിപണികൾ വഴി വിതരണം നടത്തുന്നതാണ്. ഓണക്കാലത്ത് അത്യാവശ്യ പച്ചക്കറികൾക്ക് ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാരിന്റെ പൊതുവിപണികൾ വില നിയന്ത്രിക്കുന്നതിനായി ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓണച്ചന്തകൾ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചത്. ഇതുവഴി മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും സാധിക്കുന്നു. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ 4 ദിവസങ്ങളിലായിട്ട് ഓണസ്മൃതി ഓണവിപണികൾ കൃഷിഭവനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്നത്. ഓണം വിഭവസമൃദ്ധമാക്കാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൽ കൃഷി വകുപ്പ് ഏതാണ്ട് 2000-ഓളം കർഷക ചന്തകളാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ മേഖലയ്ക്കകത്തും മുഴുവൻ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം വിപുലമായ ക്രമീകരണ കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം വിപണികളിൽ കർഷകരിൽ നിന്ന് ഏതാണ്ട് 10 മുതൽ 20% വരെ കൂടുതൽ വില കൊടുത്ത് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് 30% വരെ വില കുറവോടുകൂടി കൊടുക്കാൻ കഴിയുന്ന നിലയിലുമാണ് ഈ കർഷക ചന്തകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഈ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി കർഷകർ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഓണവിപണിയിലേക്ക് വേണ്ടി കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ മൊത്ത വ്യാപാര വിലയേക്കാൾ 10% അധിക വില നൽകി സംഭരിക്കുന്നതും ഓണം വിപണിയിലൂടെ വിൽപ്പന നടത്തുമ്പോൾ പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലയേക്കാൾ 30% വരെ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ്. കൃഷിഭവൻ തലത്തിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ, പച്ചക്കറി ക്ലസ്റ്ററുകൾ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓണവിപണികൾ നടപ്പിലാക്കുന്നത്. ഇത്തവണ ഓണവിപണികളുടെ ഒരു പ്രത്യേകത എന്നുവെച്ചാൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള ഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഈ വിപണി വഴി ലഭ്യമാകുന്നതാണ്. അതുകൂടാതെ കേരള കോക്കനട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരജം വെളിച്ചെണ്ണ ലിറ്ററിന് 415 രൂപ നിരക്കിൽ കർഷകർക്ക് ഓണവിപണികൾ വഴി ലഭ്യമാകുന്നതാണ്. മറുനാടൻ പച്ചക്കറികൾ ഹോർട്ടിക്രോപ്പ് മുഖേനയാണ് സംഭരിച്ച് വിതരണം നടത്തുന്നത്. കോതമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ പള്ളിത്താഴത്ത് നടത്തുന്ന വിപണി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് 30% വരെ വില കുറവോടുകൂടി കൊടുക്കാൻ കഴിയുന്ന നിലയിലുമാണ് ഈ കർഷക ചന്തകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഈ കോതമംഗലത്തും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൌഷാദ് KA, ബിൻസി തങ്കച്ചൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ PR ഉണ്ണികൃഷ്ണൻ, റിൻസ് റോയ്, കോതമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ്, മുനിസിപ്പാലിറ്റി കൃഷിഭവൻ കൃഷി ഫീൽഡ് ഓഫീസർ സതി PI, കൃഷി അസിസ്റ്റന്റ്മാരായ എൽദോ അബ്രഹാം, രമ്യ സുധീന്ദ്രൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷിക്കൂട്ടം ഫെഡറേഷൻ പ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.